നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്ലെങ്കിലും CPM-ന് ഇടയ്ക്കിടെ പണി മേടിച്ചു കൊടുക്കുന്നത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ്. ബിഷപ്പുമാരെയും ക്രൈസ്തവ സംഘടനകളെയും കയറി ചൊറിയാൻ ചെന്നിട്ട് പാർട്ടിക്ക് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. കൂട്ടത്തിൽ പിണറായിക്ക് തെറിവിളിയും മേടിച്ചു കൊടുത്തു. ബിഷപ്പ് പാംപ്ലാനിയെ വിമർശിച്ച ഗോവിന്ദന്റെ നടപടിയെ ശക്തിയുക്തം എതിർത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇമ്മാതിരി കൈവിട്ട കളിക്ക് നിൽക്കരുത് എന്നാണ് പിണറായി ഇപ്പോൾ ഗോവിന്ദന് കൊടുത്തിരിക്കുന്ന മറുപടി. MV ഗോവിന്ദനോട് പാർട്ടിയിലെ ചില നേതാക്കളും അവമതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഗോവിന്ദൻ ഷോ കാണിക്കാൻ പോയിട്ട് എടുത്തിട്ട് തല്ലാണ് മേടിച്ചു കൂട്ടിയത്. RSSുമായി കൂട്ടുവേണ്ട എന്ന് ബിഷപ്പുമാരെ ഉപദേശിക്കാൻ ചെന്നിട്ട് ബിഷപ്പുമാരും ക്രൈസ്തവ സംഘടനകളും ഇപ്പോൾ തിരിച്ചു ഊഞ്ഞാലാട്ടിയാണ് വിട്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയത്തിൽ കാലുവാരുകയാണ് പാംപ്ലാനി ചെയ്തത് എന്നായിരുന്നു MV ഗോവിന്ദൻ വിമർശിച്ചത്. ഈ വിമർശനത്തിന് കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ തലശ്ശേരി അതിരൂപത പാർട്ടിയെയും അതുപോലെ തന്നെ MV ഗോവിന്ദനെയും വിമർശിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ക്രൈസ്തവ സംഘടനകളൊക്കെ CPM-ന്റെ ഇരട്ടത്താപ്പിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ക്രൈസ്തവ സ്നേഹം പൊങ്ങുന്ന CPM ഇതുവരെ എവിടെയായിരുന്നുവെന്നും ക്രൈസ്തവരുടെ ഏതെല്ലാം വിഷയത്തിലാണ് CPM ഇടപെട്ടിട്ടുള്ളത് എന്നുള്ള ചോദ്യവും ഉയർന്നു. ഇതോടുകൂടി വിഷയം കൂടുതൽ വിവാദമായി മാറുകയാണ്. ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി ക്രൈസ്തവരെ എപ്പോഴും അപമാനിക്കുന്ന സമീപനമാണ് CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയാണ്. ഇരന്ന് പണി മേടിച്ചിരിക്കുകയാണ് MV ഗോവിന്ദൻ. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ തരം താഴ്ന്ന പ്രസ്താവന നടത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമാണെന്ന് തലശ്ശേരി അതിരൂപത വിമർശിച്ചു. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷം മാത്രമേ കത്തോലിക്ക സഭയിലെ മെത്രാൻമാർ പ്രസ്താവന നടത്താൻ പാടുള്ളൂ എന്ന സമീപനം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഫാസിസത്തിന്റെ മറ്റൊരു മുഖമാണെന്ന് രൂപത പ്രസ്താവനയിൽ പറഞ്ഞു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഭരണവിരുദ്ധമായ നിലപാടുകളെ ശക്തിയുക്തം എതിർത്ത മാർ ജോസഫ് പാംപ്ലാനി നിലപാടുകളിൽ മാറ്റം വരുത്തിയെന്ന രീതിയിലുള്ള വ്യാഖ്യാനം ശരിയല്ല. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇടപെടണമെന്ന സഭാ നേതൃത്വത്തിന്റെ ആവശ്യം സർക്കാർ മനസ്സിലാക്കി കേന്ദ്രം ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സർക്കാർ നടപടികൾ എക്കാലവും എതിർക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടാണ് മാർ ജോസഫ് പാംപ്ലാനി എടുത്തിരിക്കുന്നത്. CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നത് തികച്ചും അപലപനീയമാണെന്നും അതിരൂപത വിമർശിച്ചു. അതായത് CPM-നോടുള്ള കടുത്ത എതിർപ്പാണ് ഇപ്പോൾ അതിരൂപത വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ക്രൈസ്തവ സംഘടനകൾ ഇടയുന്നത് വലിയ രീതിയിൽ CPM-ന് പണിയായി മാറും. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഈ ഘട്ടത്തിൽ ക്രൈസ്തവ സഭകളെയും സംഘടനകളെയും സോപ്പിട്ട് നിർത്തണം എന്നുള്ള നിർദ്ദേശമാണ് പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ കൈവിട്ട കളിയാണ് MV ഗോവിന്ദൻ കളിച്ചത്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ പാംപ്ലാനിയെ വിമർശിക്കാൻ പോയത് വരുന്ന സമയത്ത് CPM-ന് ഒരു തിരിച്ചടിയായി മാറാനും സാധ്യതയുണ്ട്. ഗോവിന്ദചാമി സംസാരിക്കുന്നത് പോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കരുത് എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ വിമർശിച്ചത്. സഭാപിതാക്കന്മാർക്ക് പ്രസ്താവന ഇറക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അനുവാദം ആവശ്യമില്ല. സഭയ്ക്ക് സഭയുടേതായ നിലപാടുകൾ ഉണ്ടെന്നും അതെവിടെയും സ്വതന്ത്രമായി പറയുന്നതിനുള്ള ആർജവത്വവും സ്വാതന്ത്ര്യവും സഭയ്ക്കുണ്ട്. ഇനിയൊരു പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ പരിഹാസരൂപേണ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി പിണറായി വിജയൻ അങ്ങ് MV ഗോവിന്ദനെതിരെ തിരിഞ്ഞത്. മതമേലധ്യക്ഷന്മാർക്കെതിരെയും അതുപോലെ തന്നെ സംഘടനകൾക്കെതിരെയും സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം എന്നാണ് മറ്റു നേതാക്കൾ ഇപ്പോൾ MV ഗോവിന്ദനെ ഉപദേശിച്ചിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ ചോർന്നു പോയാൽ പിണറായി MV ഗോവിന്ദനെ കുനിച്ചു നിർത്തി ഇടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത കാലത്തായി ക്രൈസ്തവ സംഘടനകളും പാർട്ടിയും അത്ര രസത്തിലല്ല. CPM-നോട് അത്ര അനുഭാവപൂർണമായ നിലപാടുകളൊന്നുമല്ല ഈ അടുത്ത കാലത്തായി ചില ക്രൈസ്തവ സംഘടനകൾ സ്വീകരിക്കുന്നത്. അത് പാർട്ടിയുടെ ചില നിലപാടുകൾ കൊണ്ടാണ്. പ്രത്യേകിച്ച് പാലാ ബിഷപ്പ് മുൻപ് നർക്കോട്ടിക് ജിഹാദ് എന്നൊരു പരാമർശം നടത്തിയപ്പോൾ പാർട്ടി അത് ഏറ്റുപിടിക്കുകയും ബിഷപ്പിനെതിരെ വലിയ യുദ്ധം നടത്തുകയുമായിരുന്നു. അന്ന് മുസ്ലിം സംഘടനകൾ അരമനയിലേക്ക് വലിയ പ്രതിഷേധവുമായി പോയപ്പോൾ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ബിഷപ്പിനെ സംരക്ഷിച്ചുകൊണ്ട് സംസാരിക്കാനോ ഒന്നും ഈ പാർട്ടിയോ സർക്കാരോ ആരും തയ്യാറായില്ല.
തീവ്ര മുസ്ലിം സംഘടനകൾ അരമനയിലേക്ക് അന്ന് ഇരച്ചെത്തുമ്പോൾ പിണറായി പോലീസും നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അന്നു മുതൽ ആ വിഷയം മുതലൊക്കെ തന്നെ ഇങ്ങോട്ടെടുക്കുകയാണെങ്കിൽ ക്രൈസ്തവ സഭകൾ CPM-മായി അത്ര രസത്തിലല്ല നിൽക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും അരമന കയറി ഇറങ്ങി തെണ്ടുന്നത് പോലെ വീണ്ടും CPM അരമന കയറി ഇറങ്ങി തെണ്ടും. അത് പതിവാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കടന്നകൈ പ്രയോഗങ്ങൾ, ഇത്തരത്തിലുള്ള കടന്നകൈ വിമർശനങ്ങളൊന്നും ഇനി പാർട്ടിയിലെ ഒരു നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം എല്ലാ നേതാക്കന്മാരിലേക്കും എത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ DYFIയും ക്രൈസ്തവ സംഘടനകളെ, പ്രത്യേകിച്ച് ബിഷപ്പുമാരെ വിമർശിച്ചിരുന്നു. പാംപ്ലാനിയെ നോട്ടം വെച്ച് തന്നെയായിരുന്നു DYFIയും അദ്ദേഹത്തെ വിമർശിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ആ വിമർശനം കുറച്ച് അതിര് കടന്നു പോകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് കാരണം പാംപ്ലാനി സ്വീകരിച്ച ചില നിലപാടുകളാണ്. പ്രത്യേകിച്ച് മുൻപ് റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കത്തിപ്പുകഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിലേക്ക് ഒരു പാലമിട്ട ആളുകൂടിയാണ് പാംപ്ലാനി. അന്ന് പാംപ്ലാനി പറഞ്ഞത് ഞങ്ങൾ ഒരു നേതാവിനെ ഇവിടെ നിന്ന് തരാം എന്നൊക്കെയായിരുന്നു. അതായത് വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിക്കാം എന്നുള്ള തരത്തിലായിരുന്നു പാംപ്ലാനി സംസാരിച്ചത്. അന്നു മുതൽ തന്നെ ഈ പറയുന്ന ഇടത് നേതാക്കൾ, ഇടത് സംഘടനകളൊക്കെ തന്നെ പാംപ്ലാനിയെ നോട്ടം വെച്ചതാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയത്തിൽ നിലപാട് മാറ്റം വരുത്തിയെന്നാണ് പാംപ്ലാനിക്കെതിരെ ഉയരുന്ന വിമർശനം. ആദ്യം കടുത്ത ഭാഷയിലായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കും ബജ്രംഗ് ദളിനുമെതിരെയൊക്കെ പാംപ്ലാനി സംസാരിച്ചത്. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നത് ശരിയല്ല എന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെ സംസാരിച്ച പാംപ്ലാനി പിന്നീട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിന് ശേഷം കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞിരുന്നു. ഇതാണ് CPM-നെ ചോടിപ്പിച്ചതും തൊട്ടു പിന്നാലെ MV ഗോവിന്ദൻ പാംപ്ലാനിയെ വിമർശിച്ചതിന് കാരണവുമൊക്കെ ഇത് തന്നെയാണ്. എന്നാൽ ക്രൈസ്തവ സംഘടനകൾ എന്ത് നിലപാട് പറയണം, ബിഷപ്പുമാർ എന്ത് പറയണം എന്ന് AKG സെന്ററിൽ നിന്ന് തീരുമാനിക്കേണ്ട എന്നും അതിന് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഇപ്പോൾ MV ഗോവിന്ദന് കൊടുത്തിരിക്കുന്ന മറുപടി. പാംപ്ലാനിയെ പോലെ അവസരവാദം പറയുന്ന വേറൊരാൾ ഇല്ല എന്നായിരുന്നു MV ഗോവിന്ദൻ പരാമർശിച്ചത്. NGO യൂണിയൻ തളിപ്പറമ്പ് ഏരിയ സെന്റർ ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം MV ഗോവിന്ദൻ നടത്തിയത്. ഈ വിഷയം അങ്ങ് കൈവിട്ടുപോയി. ക്രൈസ്തവ സംഘടനകളെല്ലാം ഇത് ഏറ്റെടുത്തു. CPM-നെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിക്കുകയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.